തൈലത്തോണിയിൽ ദശരഥനെ ഇടുക. ദശരഥ ഇടാൻ പറ്റില്ല, ദശരഥൻ്റെ ശരീരം. അപ്പം ഈജിപ്തുകാരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ശരീരം ചെയ്യാണ്ട് സൂക്ഷിക്കാനുള്ള സംവിധാനം നമുക്കറിയാമായിരുന്നു. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറില്ല. എന്താ കാരണം? ഇത് സൂക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നറിയാം. നമുക്ക് രാമൻ്റെയും കൃഷ്ണൻ്റെ ഒക്കെ ശരീരം സുന്ദരമായിട്ട് സ്റ്റഫ് ചെയ്ത് വയ്ക്കായിരുന്നു. ആധുനിക കാലത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശരീരം വച്ചായിരുന്നു. ലെനിൻ, റഷ്യക്കാർ. ആൾ മരിച്ചു കഴിഞ്ഞിട്ടേ ശരീരം കണ്ണാടി കൂട്ടിലിട്ട് അതേപോലെ ഇരിക്കുന്ന വിധത്തിൽ കൃത്രിമമായിട്ടുള്ള രക്തങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ അതുപോലെ തന്നെ ഇരുത്തി. അപ്പോൾ ഒരു ദിവസം ഈ ശവത്തെ പരിശോധിക്കാൻ 6 ഡോക്ടർമാർ വേണം. ആലോചിക്കുക, ഇത് കൂടുതൽ വിവരക്കേടുണ്ടോ? ശവം നോക്കാൻ 6 ഡോക്ടർമാർ. ഏതാ ചത്ത സാധനം ചീഞ്ഞു പോകാതിരിക്കാൻ നോക്കാൻ. അവസാനം വന്ന് പറഞ്ഞായിരുന്നു, ഇനി ഈ ശവം സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പരിപാടി നിർത്തേക്കാൻ പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കളഞ്ഞെന്ന് വായിച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിച്ചിട്ട് ശേഷക്രിയക്കുള്ള പിള്ളേർ വരാൻ വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി ഈ സാധനം കൊള്ളുകയില്ല. ഇതെന്തെങ്കിലുമൊക്കെ പുനർജന്മം വന്നിട്ടുണ്ടെങ്കിൽ ശരീരം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിരമിഡിലൊക്കെ ഈജിപ്തുകാർ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ത്രികോണാകൃതിയിൽ സൂപമൊക്കെ കെട്ടിവെച്ചു. ഈ ചത്തേൻ്റെ കൂട്ടത്തിൽ കുറേ സ്വർണ്ണം ഒരു തിരിച്ചു വരുമ്പോൾ പൈസ ആവശ്യമുണ്ടല്ലോ. ഈ ശരീരം ജഡമാണെന്നും ഇതിൻ്റെ അകത്ത് ചൈതന്യമുള്ളപ്പോൾ ഈ ചൈതന്യത്തെ തിരിച്ചറിയാനാണ് ഇതിന് കൊള്ളാവുള്ളൂ എന്നും, അല്ലാത്തോടത്തോളം ഈ ശരീരവും നായശരീരമൊക്കെ ഒന്ന് തന്നെയാണ്. ജീവൻ പോയ പഞ്ചഭൂതം ആ മണ്ണിലിട്ട മണ്ണാവും. സൂക്ഷിച്ചു വെച്ചു. തൈലദ്രോണ്യാം ദശരഥം ക്ഷിപ്വ, ദശരഥ തൈലത്തുണിയിലിട്ട് വെച്ചു. ദൂതാരാമബ്രവീത, ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗച്ഛാ ത്വരിതം സാശ്വ, നല്ല കുതിരപ്പുറത്തേറി നീ ശീഘ്രം പോകുക ഞങ്ങളുടെ യുധാജിത് നഗരം. ഭരതൻ്റെ അമ്മാവൻ താമസിക്കുന്ന യുധാജിത്ത് അദ്ദേഹം അവിടെ ചെല്ലുക, വിവരം അറിയിക്കുക. തത്രാസ്തേ ഭരത ശ്രീമാൻ ശത്രുഘ്ന സഹിത പ്രഭു ഉചിതാ ഭരത ശീക്രം ആഗച്ഛേതി മമ ആജ്ഞയാ. ഗുരുവിൻ്റെ സ്ഥാനം. ഇത് ഗുരുവിൻ്റെ രാജാവിനോടാണ് ഗുരു ആജ്ഞാപിക്കുന്നത്. എന്താ? തത്ര അവിടെ ഭരതക ശ്രീമാൻ ശത്രുഘ്ന സഹിത, ഭരതനും ശ്രീമാനായ ശത്രുഘ്നും അവിടെ താമസിക്കുന്നുണ്ട്. ഉച്ചതാം ഭരത, ഭരതനോട് പറയുക, ശീഘ്രം ആഗച്ഛേതി, ഉടൻ തന്നെ വരിക, മമാജ്ഞയ, എൻ്റെ ആജ്ഞയാണ്, എൻ്റെ കൽപ്പനയാണത്. ഇന്ന് ഗുരു എങ്ങാനും കൽപ്പിച്ചാൽ, അല്ല കൽപ്പിക്കാതെ തന്നെ ഗുരുവിൻ്റെ കസേര കത്തിക്കണതും കുഴിമാടം പെട്ടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് രാജാവിനോട് ഗുരുനാഥൻ ആജ്ഞാപിക്കുകയാണ്, ഇതെൻ്റെ ആജ്ഞയാണെന്ന് പറയൂ, വേഗം വരിക. അയോധ്യാം പ്രതി രാജാനം കൈകേയും ചാപ്യ പശ്യതു ഇത്യുക്താസ്തുരിതം ദൂത ഗത്വാ ഭരതമാതുലം യുധാജിതം പ്രണമ്യോജുർ ഭരതം സാനുജം പ്രതി വസിഷ്ഠത്വം അബ്രവീത് രാജൻ ഭരത സാനുജ പ്രഭു. ശീഘ്രം ആഗച്ഛതു പുരീം അയോധ്യാം അവിചാരയൻ ആയയോ ഗുരുണാദിഷ്ടഃ സഹദൂതൈ സ്മ സാനുജഃ രാജ്ഞോ വാ രാഘവസ്യാപി ദുഃഖം കിഞ്ചിതുപസ്ഥിതം. പെട്ടെന്ന് അയോധ്യയിലെത്തിയിട്ട്, ശീഘ്രം അയോധ്യാം പ്രതി, അയോധ്യയിലെത്തിയിട്ട് ആഗച്ഛ, മഹാരാജാവിനെ കൈകേയീം ച അപാ സപശ്യതുഹു ഇതി മമാജ്ഞയ, എന്താണ് എൻ്റെ ആജ്ഞ? മഹാരാജാവിനെയും കൈകേയിയും ഉടനെ വന്ന് കാണണമെന്ന് എൻ്റെ ആജ്ഞ അവിടെ അറിയിക്കുക. മഹാരാജാവിൻ്റെ ശവം കാണണം, കൈകേയിയുടെ ഉത്തരവും കേൾക്കണം. അതിനാണല്ലോ വരണ്ടേ. മരിച്ചു എന്നും പറയില്ല, എന്ന് നുണയും പറഞ്ഞിട്ടില്ല. വന്ന് കാണുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ കാണാൻ പോകുന്നില്ല, പറയാം പോയി എന്ന് പറഞ്ഞു, ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞല്ലേ ഇവിടെ പോട്ടെ, വന്ന് കാണുക. പിന്നെ
ഇതി ഉക്താ ദൂതാഹ, ഇത് പറഞ്ഞു കേട്ടപ്പോൾ ദൂതൻ തുരിതങ്കത്വ ഉടൻ തന്നെ യാത്രയായി. ഭരതമാതുലം യുധാജിതം സാനുജം ഭരതഞ്ച പ്രണമ്യ പ്രത്യൂജ. അവിടെ ചെന്നു ഭരതനെയും യുധാജിത്ത് അദ്ദേഹത്തിൻ്റെ അമ്മാവനെയും വണങ്ങിയിട്ട് വസിഷ്ഠൻ്റെ വാർത്ത അറിയിക്കുകയാണ്. രാജൻ വസിഷ്ഠ അബ്രവീത്, രാജാവേ വസിഷ്ഠൻ കൽപ്പിച്ചിരിക്കുന്നു. എന്താണ്? സാനുജ പ്രഭു ഭരത, പ്രഭുവായ ഭരതൻ. ഇനി അടുത്ത ആളാരാ? അടുത്ത രാജാവ് ആരാ? വരപ്രകാരം ഭരതനാണ്. ഇവിടെ സംബോധന പറയുന്നുണ്ട് പ്രഭു ഭരത. ഇത് തന്നെ നമുക്ക് കാണാം. നമ്മുടെ അച്ഛന് പെണ്ണ് കാണാൻ വേണ്ടി ഒരാൾ പോയില്ലേ മഹാഭാരതത്തിൽ? ശന്തനുവിനെ കല്യാണം കഴിപ്പിക്കാൻ മകൻ പോയില്ലേ? അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അച്ഛനാണ് പിള്ളേർക്ക് പെണ്ണാണ്. ഇത് മകൻ പോയി അച്ഛന് പെണ്ണ് കണ്ടു. ഭീഷ്മര് അവിടെ ചെല്ലുമ്പം ഈ വിവരമൊക്കെ അറിയിച്ച് സമ്മതിച്ചല്ലോ. ശരി, അങ്ങയുടെ കൂടെ ഒരാച്ഛനെ കണ്ടീഷനൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഭീഷ്മർ വിളിക്കുന്നത് അമ്മയെന്നാണ്. ഭീഷ്മർക്കാലം പ്രായം കുറവാ. ഭീഷ്മരൊക്കെ വേണ്ടി കെട്ടാവുന്ന പ്രായമാണേ. അന്ന് ഭീഷ്മ കൊച്ചു ദേവവ്രതൻ. അമ്മേ, നമ്മുടെ വീട്ടിലേക്ക് പോവാം, രഥത്തിൽ കയറിയാലും. എന്താ ഭാവം എന്നാലോചിച്ച് നോക്കൂ. ആ അച്ഛനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൻ്റെ പ്രായവും ഇതുമൊന്നും വ്യവസ്ഥയല്ല. അച്ഛൻ്റെ കൂട്ടുകൂടിയ ആളാരാണ്? അമ്മയാണ് പുത്രന്. പിന്നെ അമ്മയെന്നാ വിളിച്ചേ. മാതാവേ നമുക്ക് പോകാം, ദേവി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞു. പിന്നെ എൻ്റെ വീടെന്നല്ല പറഞ്ഞു. നിയമപ്രകാരം എങ്ങനെ വീടാ അല്ലേ? ഒരു മോനേ ഉള്ളൂ. ഇവിടെ അത് തന്നെ പ്രഭു ഭരതം, പ്രഭുവായ ഭരതൻ. സാനുജഹ പ്രഭു ഭരത, പ്രഭുവായ ഭരതൻ അനുജോടുകൂടി അവിചാരയൻ ശീഘ്രം. ഇനി ആലോചിക്കൊന്നും വേണ്ട, എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചെന്ന് ചിന്തിക്കൊന്നും വേണ്ട, പോന്നാൽ മതി. ഗുരുവിൻ്റെ ആജ്ഞയെ ചർച്ച ചെയ്യുന്നുമുണ്ട്. പുരീമാഗച്ഛതുഹു ഇതി ആജ്ഞപ്ത. ഈ കൽപ്പന കേട്ട ഉടൻ തന്നെ ഭരതഹാത്തു, ഭരതനാകട്ടെ ഭയവിഹ്വലഹ, ഭയന്നുപോയി. എന്താ ഇതൊരു അടിയന്തര ആവശ്യം വീട്ടിൽ ഉണ്ടോ? ഗുരുണ ആദിഷ്ട, ഗുരുവിൻ്റെ കൽപ്പന പ്രകാരം സാനുജൈ ദൂതൈ സഹ ആയയോ, അനുജനോടുകൂടി ദൂതനോടൊപ്പം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അഭിരാജ്ഞാവ രാഘവസ്യവ കിഞ്ചിത് ദുഃഖം ഉപസ്ഥിതം. അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. മഹാരാജാവിനോ എൻ്റെ ഏട്ടൻ രാമനോ എന്തെങ്കിലും അപകടം പണഞ്ഞിട്ടുണ്ടാവുമോ? ആ ഭരതൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഇതി ചിന്താപരോ മാർഗേ ചിന്തയൻ നഗരം യയോ നഗരം ഭ്രഷ്ടലക്ഷ്മീകം ജനസംബന്ധവർജിതം അപശ്യാത് കൈകേയീ തത്ര ഏകമേവസനേ സ്ഥിതാം നനാമ ശിരസാ പാദൗ മാതുർഭക്തി സമന്വിത. അടുത്ത ഇതി ചിന്താപരഹ, ഇങ്ങനെ ആലോചിച്ച് മനസ്സിലിട്ട് തീ പോലെ ചിന്തിച്ച് മാർഗേ ചിന്തൻ, വഴിനീളം മുഴുവൻ ഇങ്ങനെ ചിന്തിച്ചാൽ പോണെ. അപ്പോൾ നമുക്ക് പറയേണ്ടത് നമുക്കറിയാലോ അല്ലേ? നമുക്ക് വല്ല ക്ഷാമമുണ്ടോ ഈ കാര്യത്തിന്? വേണ്ടാത്തോർത്ത് ചിന്തിച്ചിട്ടേ ഇങ്ങനെ ദഹിക്കാൻ നമ്മുടെ ഡെയിലി പ്രാക്ടീസ് അല്ലേ അത്? ഓരോന്നോരോന്ന് ചിന്തിച്ച് ഇങ്ങനെ തീക്കകത്ത് കിടക്കുക എന്ന് പറഞ്ഞത്. ഈ തീന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഈ കഥകൾ മുഴുവൻ പറയണത്. ഈ കഥ കേൾക്കുമ്പം എന്തുണ്ടാവും? ഇഷ്ടമുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ അമേരിക്കയിൽ പോയ എങ്ങനെയാ, അല്ലെങ്കിൽ ഗൾഫിൽ പോകണം എങ്ങനെയാ, അവിടെ പറ്റി കേട്ടു. എന്താ കേട്ട? മഹിമയെ മുഴുവൻ കേട്ടത്. പോയാൽ ഇഷ്ടം പോലെ പൈസ. കഷ്ടപ്പാടാരെയും പറയാറുണ്ടോ? കഷ്ടപ്പാടാദ്യം പറഞ്ഞവന് പോവില്ല. എന്നിട്ട് പോയവനവൻ്റെ മേന്മയൊക്കെ പറഞ്ഞപ്പോൾ മാഹാത്മ്യ വർണ്ണനം. ഇത് കേട്ട് കൊള്ളാലോ എന്നോ പോയേക്കാം. ഇത് തന്നെയാണ് ഈശ്വരൻ്റെ മഹിമ കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈശ്വരോട് ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഇവിടെ ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നന്മ മാത്രമേ ഉള്ളൂ, തിന്മയില്ല. മറ്റിടത്തല്ല. ഓരോ നന്മയുടെ പുറകിലും, ഭൗതിക ജീവിതത്തിലെ ഓരോ സുഖത്തിൻ്റെ പുറകിലും ഒരു ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ സുഖം മാത്രമേ ഉള്ളൂ. ഭഗവത് വഴിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ നാമൊക്കെ ചോദിച്ച് ഭഗവാൻ ഭക്തിയോടുകൂടി, ഭക്തി ഇല്ലെങ്കിലും ഭക്തി ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചാൽ പോലും ആ വഴി കയറുന്ന ആ നിമിഷം മുതൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞ കേട്ടാൽ, അല്ലാണ്ട് ഭഗവാൻ പറഞ്ഞ കേൾക്കാതെ നമ്മൾ പറഞ്ഞിട്ട് എനിക്ക് വിഷമാവര പ്രയാസമൊന്നും കാര്യമില്ല. കേട്ടാൽ, അനുസരിക്കണമെന്നില്ല, അനുസരിക്കാൻ ശ്രമിച്ചാൽ, പൂർണ്ണമായിട്ടൊക്കെ അനുസരിക്കാൻ വാസന സമ്മതിക്കില്ല. അവിടെ ഒരു സുഖം മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? നഗരത്തിലെത്തി. നഗരം ഭ്രഷ്ടലക്ഷ്മീകം. നോക്കിയപ്പം ഒരു ശോഭയില്ല നഗരത്തിന്. ആകെ ഇങ്ങനെ അലക്ഷ്മിയായിട്ട്, ജ്യേഷ്ഠാഭഗവതി കയറിയ പോലെ. ഇപ്പം നമ്മൾ വീട് പൂട്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞപ്പെട്ടത് മനസ്സിലാവും. വീട്ടിൽ ആരുമില്ല, അത് 2 ദിവസത്തേക്ക് വീട് പൂട്ടിയിട്ടേ തിരിച്ചു വരുമ്പോഴുള്ള വീടിങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെ തോന്നും. നമ്മളുണ്ടെങ്കിലേ, അവിടെ നിലവിളക്ക് കത്തിച്ചാലേ ആ വാസ്തുപുരുഷൻ ഉണർന്ന് അവിടെ ദേവചൈതന്യം വീട്ടിലുണ്ടാവും. ഒരു കൊച്ചു കുഞ്ഞു വന്ന് അവിടെ ഓടി കിടന്നാൽ അവിടെ വീട് മുഴുവൻ നിറഞ്ഞിരിക്കണ പോലെ തോന്നൂലേ? വലിയ ആളൊന്നും വേണമെന്നില്ല. അതെങ്ങനെയാ കുട്ടി വരുമ്പോൾ അങ്ങനെ നിറയണ പോലെ തോന്നണേ? ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രസരണമാണത്. അതുകൊണ്ടാണ് വീട്ടിലെപ്പോഴും നാമം ജപിക്കണം, വീട്ടിലെപ്പോഴും ആളുകൾ വേണം. അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഭാഷ പറഞ്ഞത് പൊത്താണ്. ഏത്? മൂർഖം കയറിയിരിക്കണ പൊത്ത്. ഇപ്പം നമ്മുടെ വീട് പൊത്താവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നമുക്കാകുന്ന വിധത്തിൽ വൃത്തിയാക്കി വെച്ച് നിലവിളക്കും കൊടുത്തി സന്ധ്യയ്ക്കൊക്കെ നാമം ജപിച്ചിരിക്കുമ്പം അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ലക്ഷ്മി ഉണ്ടാവും. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു 3-4 ദിവസം നമ്മൾ എവിടെയെങ്കിലും ഗുരുവായൂർ പോയി 4 ദിവസം കഴിഞ്ഞ് വീട് തുറന്നു നോക്കുമ്പോൾ ഒരു ഇരുളി മേലേറ്റിട്ടാലും, പിന്നെ ജനലൊക്കെ തുറന്നു വിട്ടു, നമ്മളൊന്ന് ഒരു പെരുമാറി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം അവിടെ ഒരു ചൈതന്യം തോന്നും. ഇതൊരു സത്യ തോന്നലുള്ള അനുഭവമാണ്. അവിടെ ദശരഥൻ പോയി. രാജാവ് ആരാണ്? ഈശ്വരൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹം മരിച്ചു, അന്തരിച്ചു. അയോധ്യ മുഴുവൻ ദുഃഖത്തിലുമായി. അതുകൊണ്ട് ആ ലക്ഷ്മിയുടെ പ്രഭ അവിടെ കുറഞ്ഞു. അതാണ് ഭ്രഷ്ടലക്ഷ്മി. ലക്ഷ്മി ഇറങ്ങിപ്പോയ പോലെ. ജനസമ്പാദവർജിതം. ആളുകളെയും കാണാനില്ല. ഉത്സവൈച്ച, ഒരു ഉത്സവമില്ല. പരിത്യുക്തം ദൃഷ്ട. ഇത് കണ്ടപ്പോൾ ചിന്താപരഹ അഭൂത്. അസ്വസ്ഥതയോടുകൂടി ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. എന്താണ് ഈ രാജലക്ഷ്മി ഇല്ലാതെ പോയ രാജഭവനം പ്രവശ്യ, രാജലക്ഷ്മി ഇല്ലാത്ത കൊട്ടാരത്തിലേക്ക് ഭരതൻ കടന്നിരുന്നു. അവിടെയും തെളിച്ചുമില്ല, വെളിച്ചുമില്ല. തത്ര ഏകാം ഏവ, അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന കൈകേയിയും അപശ്യത്, തൻ്റെ അമ്മയായ കൈകേയിയെ ഭരതൻ കണ്ടു. തപതി സമന്വിത, അമ്മയുടെ അടുത്ത് ഭക്തിപൂർവം ആ മകൻ ചെല്ലുകയാണ്. പാദോ ശിരസാനനാമ, എന്നിട്ട് ശിരസ്സുകൊണ്ട് അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചു. ഇപ്പം രാജകുമാരനാണെങ്കിലും അല്ലെങ്കിൽ കുടില കുമാരനാണെങ്കിലും അയാളുടെ ശിരസ് എവിടെയാണ് മുട്ടേണ്ടത്? അമ്മയുടെ പാദത്തിലാണ്. അങ്ങനെ കുറെ അധ്യാപകന്മാരുടെ പാദം ഇങ്ങനെ എന്താ പ്രോഷണം ചെയ്തിട്ടാണ് ഗുരുക്കന്മാരെ കാലേ പിടിപ്പിച്ചു, പിള്ളേരെ നശിപ്പിച്ചു. ഗുരുക്കന്മാരെ കാലേ പിടിച്ച അവനൊക്കെ കാലം പിടിക്കാണ്ടിരിക്കും. അതിൽ കാലമാകുന്ന ഭീകര സർപ്പവിനൊക്കെ വളയും. ഗുരു നമ്മളെ കാലെന്ന് പറയല്ല, ഗുരുപാദന്നേ പറയുള്ളൂ. അത് സംസ്കാര സദസ്യ ഭാഷ വരുള്ളൂ അല്ലേ? അച്ഛാന്നും വിളിക്കാം, പിന്നെ വേറെ പല പേരും വിളിക്കാം അച്ഛനല്ലേ. ഇപ്പൊ ശുദ്ധ മലയാള അച്ഛൻ്റെ എന്താണ്? നമ്മൾ തന്ത വരൽ എന്ന് പറഞ്ഞ വരിക. നമുക്ക് ആ വാക്ക് പറയുന്നൊരു വിഷമ. എന്താ സംസ്കാരമുള്ളവര് ഇതെൻ്റെ ഇങ്ങനെ തന്തയെന്ന് പറയുമോ? നമ്മൾ എൻ്റെ അച്ഛനാകും. വാക്കിന് തെറ്റൊന്നുമില്ല. എൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇപ്പം നമ്മുടെ ശരി പേരെന്നെ ജന്തു എന്നാണ്. ജനിച്ചത് ജന്തു. നമ്മൾ വിളിക്കുമോ? എന്തുണ്ട് ജന്തു വിശേഷം എന്ന് ചോദിക്കുമോ? ഒരു സംസ്കാരമില്ലാത്ത പദ. അതുകൊണ്ടാണ്
വലിയ വിപ്ലവമായിരുന്നല്ലോ അല്ലേ? ഏതാനും മാസം മുമ്പ് ഏതോ സ്കൂളിലെ അധ്യാപകരുടെ എന്താ പാദപൂജ നടത്തി കാലെ പിടിപ്പിച്ചു. ബുദ്ധിജീവികൾ ഈ പരിവാക്കി നാട്, എന്നിട്ടും അടങ്ങിയിട്ടില്ല. നമ്മളാ തീരുമാനിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടത്. ഇവനൊന്നുമല്ല. സംസ്കാരത്തിൽ കൂടെ നമ്മുടെ കുഞ്ഞു വളരണോ വേണ്ടയോ എന്നുള്ളവരും അമ്മയുടെ, അച്ഛൻ്റെ, ഗുരുവിൻ്റെ പാദം കൈകൊണ്ടല്ല ശിരസ് കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിൽ എൻ്റെ കുഞ്ഞ് എന്നുള്ളൊരു വികാരം വരും. അതാണ് അനുഗ്രഹം. അച്ഛൻ കൈ വെച്ച് തല്ല് വെച്ച് പറയൊന്നും വേണ്ട. അത് കാണുന്നവന് തോന്നും, ഓ എങ്ങനെയാ ആ കുട്ടി കാണിച്ച കണ്ടില്ലേ. മറിച്ച് അച്ഛൻ വരുമ്പോൾ എഴുന്നേക്കാതെ കസേരയുടെ കാലമേ കാലം കെട്ടി വയ്ക്കുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ നൊമ്പരോ കാണുന്നു. അവൻ്റെ അച്ഛനാ കയറി ചെന്ന് ഇരിക്കണ ഇരിപ്പ് കണ്ടില്ല, ഗുണം വരെ എന്നെ ചെയ്യും. ഉള്ളിൽ തോന്നില്ലേ? അതിൻ്റെ പേരാണ് ശാപം. ഞങ്ങൾക്കതൊന്നും വിശ്വസിക്കേണ്ട, വിശ്വാസമല്ല, വിശ്വസിക്കേണ്ട. പക്ഷെ തീയെ തൊട്ട പൊള്ളുന്നുള്ളത് വിശ്വാസമല്ല, അനുഭവമാണ്. അച്ഛനമ്മ എങ്ങനെയായാലും മക്കൾക്ക് അവർ ഈശ്വരനാണ്. മക്കൾ എങ്ങനെയായാലും അച്ഛനമ്മയ്ക്ക് എങ്ങനെയായിരിക്കണം, അവർ ഈശ്വരൻ സന്താനങ്ങളാണ്. രണ്ടുപേരും അവരവരുടെ ധർമ്മം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണക്ക് നോക്കണം. അങ്ങനെ പോയിക്കോളും. നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പിള്ളേരോട് എന്നോട് എങ്ങനെയാ ആർക്കറിയാം. എനിക്കാകാലോ. അവരങ്ങനെ വേണ്ട, കണക്കൊക്കെ മുകളിലെടുത്തോളും. മുകളിലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ സംവിധാനമുണ്ട്. ചിത്രഗുപ്തൻ, ഗുപ്തമായി എഴുതുന്നവൻ ആണ് ചിത്രഗുപ്തൻ. നമ്മുടെ കണക്കപ്പിള്ളയില്ലേ, അദ്ദേഹം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്, ഒട്ടും തെറ്റാതെ. ഗുപ്തമായി, രഹസ്യമായി ഇത് മുഴുവൻ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ചെയ്ത ഓരോ നന്മകളും തിന്മകളും. അതുകൊണ്ട് നമ്മളെ ഈശ്വരൻ ശിക്ഷിക്കുന്നുമില്ല, രക്ഷിക്കുന്നുമില്ല, സാക്ഷിയായിട്ട് നിൽക്കണു. അപ്പം ചെയ്തു കഴിഞ്ഞതിന് രക്ഷിക്കാൻ വരും. നമ്മൾക്ക് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആണ് സത്യസായിബാബ പറഞ്ഞു, നിന്റെ ഏത് കർമ്മഫലത്തെയും ഞാൻ ദഹിപ്പിച്ചു തരാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഇനി ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം. സകൃതഭിപ്രപന്ന അപ്പം മുള്ള വഴിയില്ലല്ലോ, അല്ലെ ഇങ്ങനെ കാണിച്ചാൽ എടുത്തു കളഞ്ഞില്ലേ. അഭയം സർവഭൂതേഭ്യഃ ദദാമി ഏതദ്വ്രതം മമാ. കണ്ടീഷൻ ഇതാണ്, ഒരിക്കലെങ്കിലും എന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, സകൃതപ്പി എൻ്റെ മുമ്പിലുള്ള വഴി അതാണ്. ഒരിക്കലെങ്കിലും എന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വ്രതമാണ് എന്നെ ആശ്രയിച്ചിരിക്കുന്ന ആരാണെങ്കിൽ സർവഭൂതേഭ്യഃ, അവരെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ വ്രതമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ഷത്തിലും പണ്ട് എഴുതി വെച്ചാണ് നമേ ഭക്ത പ്രണശ്യതി. ഇത് രാമൻ്റെ പ്രതിജ്ഞയാണെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിജ്ഞയാണ് ഗീതയിൽ. ഇനി എനിക്ക് വേറെ ആരും തുണയില്ല ഭഗവാനെ എന്ന ഭാവത്തിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ നശിക്കുന്ന പ്രശ്നമേ ഇല്ല. അർജുന, നീ പോയി സത്യം ചെയ്തോ, ഞാൻ വാക്ക് കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റാറുണ്ട്. എൻ്റെ ഭക്തൻ കൊടുത്ത വാക്ക് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കർമ്മഫലത്തിന് അവിടെ ഇളവുണ്ട് എന്നർത്ഥം. ഈ ഇളവ് തന്നേക്കണ എന്തിനു വേണ്ടിയിട്ടാ? അതുകൊണ്ട് വേണ്ടാത്തൊക്കെ ചെയ്യാണ്ട് പോയി സോറ് പറഞ്ഞാൽ മതി എന്നുള്ളതല്ല. നമ്മുടെ ക്ഷേത്രത്തിൽ പറയെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ 12 മണിക്കുമ്പോൾ കൊടി താത്തണം എന്നാണ് വിധി. അത് കഴിഞ്ഞാൽ പിന്നെ പ്രായശ്ചിത്തം ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഒരു പ്രായശ്ചിത്തം ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഡെയിലി ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അബദ്ധം പറ്റിയ പ്രായശ്ചിത്തം. അതുകൊണ്ട് പ്രായശ്ചിത്തം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഗംഗയെ മുഴുകിയ ഒന്ന് മുങ്ങി കുളിച്ചാൽ എല്ലാം പോകും. അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ പോയി ഒന്ന് മുങ്ങിയേക്കുക, എന്നിട്ട് പിന്നെ മതി മുങ്ങുക. പറ്റിപ്പോയിലൂടെയൊന്നും നടക്കില്ല. ഇവിടെ മനസ്സിലാണ് ആ പ്രായശ്ചിത്ത ഭാവം. ആ ഭാവത്തോടു കൂടിയാണ് ഗംഗയിൽ മുങ്ങണമെങ്കിൽ ആ നിമിഷം പോകും. ചൈതന്യ മഹാപ്രഭു മാധായി നിധായി 2 മോശക്കാര്, അവർക്ക് അവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് ഇദ്ദേഹത്തെ ആശ്രയിച്ചു. കുറ്റബോധം ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു.
ആ ഏത് നദിയാണെന്നോ ചന്ദ്രഭാഗ നദിയാണോ എന്നറിയില്ല, ഭീമ നദിയാണെന്നല്ല, അതിലേക്ക് ഇറങ്ങൂന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് വെളു എന്ന് തുട്ടുത്ത ആളാണ് ചൈതന്യ മഹാപ്രഭു. രണ്ടുപേരോടും വെള്ളം കയ്യിലെടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ സകല ദുരിതങ്ങളും സങ്കല്പിച്ച് എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചോളാൻ പറഞ്ഞു. ആ ഭാവമാണ് അവിടെ നിന്ന് ഇവർ വേണ്ട എൻ്റെ കൽപ്പനയാണ് അനുസരിക്കൂ എന്ന് പറഞ്ഞു. ഈ തീർത്ഥം എടുത്തിട്ടവർ ആ ജലത്തിൽ രണ്ടുപേരും നിൽക്കുകയാണ്. ഈ തീർത്ഥം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ആ നിമിഷം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരീരം കാളിമ പോലെ കറുത്തിരുണ്ടു. അവർ സ്വതന്ത്രരായി. അപ്പോൾ പ്രായശ്ചിത്തത്തിന് വകുപ്പുണ്ട്. പ്രായശ്ചിത്തത്തിന് ഈ ഭാവമുണ്ടെങ്കിൽ, അല്ലാതെ പ്രായശ്ചിത്തം ചെയ്യാലോ വെച്ചിട്ട് വേണ്ടാതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പറ്റിക്കലാണില്ല എന്നർത്ഥം. സത്യസായിബാബയോട് ഒരു വിദ്യാർത്ഥി ചോദിച്ചു, സ്വാമി ഈ കുറേ തെറ്റി തന്നെ കുറേ പുണ്യം ചെയ്തത് ക്യാൻസലാവില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയില്ലേ, നമുക്കിപ്പോൾ കുറേ കടമുണ്ട്, ഒരു ലോട്ടറി അടിച്ചു, അപ്പോൾ കടം തീരില്ലേ? അതുപോലെ കുറേ വേണ്ട അതിലൊക്കെ ചെയ്തു, ഇനി കുറേ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ BCom ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്, എൻ്റെ മാത്തമാറ്റിക്സ് അങ്ങനെയല്ല. ഇടുന്നു കുറച്ച് മധുരമുള്ള പഴത്തിൻ്റെയും കുറേ കയ്പുള്ള പഴത്തിൻ്റെയും കുരുക്കളെടുത്ത് മിക്സ് ചെയ്യുക, എന്നിട്ട് നടുക. നിൻ്റെ തിയറി അനുസരിച്ച് ഇതിൻ്റെ അകത്ത് എന്തിനാവണം? മധുരവും കയ്പും ഇല്ലാത്ത ഇതുണ്ടാവണം അല്ലേ? രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ന്യൂട്രലൈസ് ചെയ്യണ്ടേ? അങ്ങനെയല്ല ഉണ്ടാവുക. മധുരമുള്ള വിത്തിൽ നിന്നുണ്ടായത് മധുരമുള്ളത് തരും, കയ്പുള്ള വിത്തിൽ നിന്നുണ്ടായത് കയ്പുള്ളത് തരും. നീ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഫലം കിട്ടും. എന്തൊക്കെ വേണ്ടാതെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നീ തന്നെ അനുഭവിക്കണം. പിന്നെ എൻ്റെ ക്യാൻസലേഷൻ നടക്കുന്നത് എവിടെയാണ്? അനന്യാശിന്തയന്തോമാം, അവിടെയാണ് കണ്ടീഷൻ. സകൃത വിപ്രപന്നായ രാമൻ്റെ കണ്ടീഷൻ. ആധുനിക കാലത്ത് വന്നപ്പം സത്യസായിബാബ പറഞ്ഞു, വെൻ ഐ ആം ഹിയർ വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. ഞാനിവിടെ ഇരിക്കേ നീ എന്തിനു ഭയക്കണം? ഞാൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കേ. നിനക്ക് എന്നെ നിന്റെ ഉള്ളിൽ ഇരുത്താൻ സാധിച്ചാൽ പിന്നെ ഭയം വേണ്ട. വള്ളിക്കാവിലമ്മൂരിൻ്റെ മക്കളെ, ലളിതാ സഹസ്രനാമം ഭക്തിയോടെ നിങ്ങൾ ഇന്നും വായിക്കൂ. നിരന്തരം വായിച്ചാൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും കിടപ്പാടത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അമ്മയുടെ വാക്ക കണ്ടീഷനാണതല്ല. ഭക്തി ഇല്ലാതെ വായിച്ചാലും കുറേ കാലം കഴിഞ്ഞ് ശ്രീമാതാ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് കണ്ണുറക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ എന്നല്ലേ വിളിക്കണേ. കുറേ കഴിയുമ്പോൾ എന്നടാന്ന് ചോദിക്കില്ലേ? ശ്രീശങ്കരൻ പറഞ്ഞ ഭവാനീത്വം, അമ്മേ അവിടെ നിന്ന് പറയുമ്പോൾ അമ്മ പറയും അനുഗ്രഹിച്ചിരിക്കണമെന്ന് പറയും. എന്താന്ന് പോലും ചോദിക്കില്ല എന്ന് സൗന്ദര്യലേഖരി പറയുന്നതാണ്. എന്താന്ന് ചോദിക്കാനുള്ള ക്ഷമ പോലും അമ്മയ്ക്കില്ല. എൻ്റെ കുഞ്ഞെന്തോ ചോദിക്കില്ല എന്നോട്. അമ്മേ അവിടെ നിന്ന് പറയുമ്പോൾ തഥാസ്തു, അങ്ങനെ ആയിക്കോട്ടെ മക്കളെ. അത്ര കാരുണ്യത്തിടമ്പാണ്. പക്ഷെ അവിടെ ഭവാനീത്വം എന്നുള്ളതിന് അമ്മയുടെ മനസ്സിളക്കാനുള്ള ഒരു സ്വരം വേണം ഉള്ളില്. അതെവിടെ നിന്നുണ്ടാവുക? നമ്മുടെ സത്യസന്ധതയിൽ നിന്നാണ്. അപ്പം അമ്മയുടെ ഭാഗത്തിൽ വെച്ച് രാജകുമാരൻ നമസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ സ്ഥാനം നമ്മൾ തിരിച്ചറിയുക. അമ്മയുടെ വലിപ്പം മനസ്സിലാക്കണം. എങ്ങനെ? അമ്മയെപ്പോലെ അമ്മ ജീവിക്കണം, ധർമ്മത്തിൽ ജീവിക്കണം. ആ അമ്മയെ ആ പുത്രൻ അതുപോലെ ആദരിച്ചേ തീരൂ. അമ്മയെപ്പോലെ അമ്മ കഴിഞ്ഞില്ല. പ്രസവിച്ച സ്ത്രീയെ ആവുള്ളൂ. പ്രസൂതൈതി, പ്രസവിക്കുന്നവൾ സ്ത്രീ. അമ്മയുടെ വാക്കിന് അമ്മയുടേത് അളക്കുന്നവൾ അമ്മ. എന്തളക്കുന്നവൾ? എൻ്റെ കുഞ്ഞിൻ്റെ സംസ്കാരത്തിൻ്റെ വളർച്ച അനുസരിച്ച് അളന്ന് ആ കുഞ്ഞിനെ, ആണായാലും പെണ്ണാണെങ്കിലും, അതിൻ്റെ ധർമ്മമാർഗത്തിലേക്ക് വളർത്തിക്കൊണ്ടുപോകാൻ ഒരമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് കൽപ്പുണ്ടാവുമ്പോഴേ അവൾ മാതാവ് ആവണുള്ളൂ. അല്ലെങ്കിൽ അവൾ സ്ത്രീയാണ്, ജന്മം കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ അമ്മയായ ഈ ധർമ്മബോധമുള്ള ഒരു സ്ത്രീയെ ആദരിച്ചില്ലെങ്കിൽ ആ പുത്രത്തിന് കണക്ക് തീർക്കാനും പറ്റില്ല. ഇതൊക്കെ നിയമങ്ങളാണ്. മാറ്റമില്ലാത്ത സനാതന ധർമ്മമാണിതെല്ലാം. ഇതാണ് സനാതന ധർമ്മം. ആണ് അമ്മയെ നമസ്കരിച്ചു.
ആഗതം ഭരതം ദൃഷ്ട്വാ കൈകേയീ പ്രേമസംഭ്രമാത് ഉദ്ധായാലിംഗരഭസാ സ്വാംഗമാരോപ്യ സംസ്ഥിതാം മൂർധന്യവഘ്രായ വപ്രച്ഛ കുശലം സ്വകുലസ്യ സാ പിതാ മേ കുശലീ ഭ്രാതാ മാതാ ച ശുഭലക്ഷണ. ഓരോ കാലത്തെ സാഹിത്യകൃതികളിൽ നിന്നും ആ കാലഘട്ടത്തെ സംസ്കാരം നമുക്കറിയാൻ പറ്റും. ആഗതം ഭരതം ദൃഷ്ട്വാ, തൻ്റെ അരിയിലേക്ക് വന്നണഞ്ഞ ആ ഭരതനെ കണ്ടിട്ട് കൈകേയീ പ്രേമസംഭ്രമാത്, കുറേ നാളായാലും മോൻ പുറത്തു പോയിട്ട്. അപ്പം അമ്മയ്ക്ക് നിങ്ങൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുഞ്ഞ് കുറച്ച് ദിവസം കാണാതിരുന്ന കുട്ടിയെ കാണുമ്പോൾ അമ്മയ്ക്കൊരു പരിഭ്രമം, ഒരു ഇതൊക്കെ വരില്ല. അതാണ് പ്രേമസംഭ്രമ. പ്രേമം കൊണ്ടങ്ങ് സംഭ്രമമായിട്ട് സ്നേഹവായ്പൂടെ ഉദ്ധായ ചാടി എഴുന്നിട്ട് ആലിംഗ്യ മകനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സ്വാംഗം തൻ്റെ മടിയിലിരുത്തി ചേർത്തിരുത്തി. അയാളുടെ ഇത്രയും വലിയ പയ്യനെ പിടിച്ച് മടിയിരുത്താൻ പറ്റുമോ? അപ്പം എൻ്റെ മകനെ ചേർത്ത് തൻ്റെ ഇരിപ്പിടത്തോട് ചേർത്തിരുത്തി എന്നർത്ഥം. മൂർധനി അവഘ്രായ ആ നെറുകയിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് സുകുലസ്യ കുശലം വപ്രച്ഛ, തൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ, തൻ്റെ കുലത്തിൻ്റെ ക്ഷേമമൊക്കെ അന്വേഷിച്ചു. എൻ്റെ അച്ഛനെങ്ങനെയുണ്ട്, അമ്മയ്ക്കെങ്ങനെയുണ്ട്, കൂട്ടുകാർക്ക് ബന്ധുക്കളൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചു. പിതാമേ കുശലി, അച്ഛന് സുഖമല്ലേ, ഭ്രാതാ ശുഭലക്ഷണ, സഹോദരൻ കുശലായിട്ടിരിക്കല്ലേ, മാതാച, അമ്മയ്ക്ക് കുശലല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മാവനും സുഖമാണോ എന്ന് ചോദിച്ചു എന്നർത്ഥം. ദൃഷ്ട്വാ ത്വമദ്യ കുശലീ മയാ ദൃഷ്ടോസി പുത്രകാ ഇതി പൃഷ്ടസഭരതഃ മാത്രാ ചിന്താകുലേന്ദ്രിയഃ ഭൂയമാനേന മനസാ മാതരം സമപ്രച്ഛദാ മാതാ പിതാ മേ കുത്രാസ്തേ ഏഹാത്വം ഇഹ സംസ്ഥിതാ. ദേജിക്കണം. പുത്രക, മകനെ, ദൃഷ്ടാത്വം അദ്യ, നീ ഇന്ന് ഭാഗ്യവാനായിരിക്കണത് അമ്മ കാണാം. മയാ കുശലീ ദൃഷ്ട അസി, ഇനി അമ്മ നല്ല ഒന്നാമത്തെ സാധനം മേടിച്ചു വെച്ചിട്ടില്ല, കാര്യം പറയാൻ പോവാ. നീ സന്തോഷമായിട്ടിരിക്കണ്, നിനക്ക് കുശലം വന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് സന്തോഷമാണ്. മാതാ ഇതി പൃഷ്ട, അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ സഹ ഭരത, ആ ഭരതൻ ചിന്താകുലേന്ദ്രിയ, ഈ ആകപ്പാടിൻ്റെ പരിഭ്രമം, നോട്ടത്തിൽ ശബ്ദത്തിൽ എല്ലാം ഇതൊരു പന്തികേട് കാണുന്നു. മാതരം സമപ്രച്ഛത, അമ്മയോട് വിനയത്തോട് ചോദിച്ചു. മാതാമേ പിതാ കുത്ര ആസ്തേ, എൻ്റെ അച്ഛൻ എവിടെയാ? ത്വം ഏകായിക സംസ്ഥിത, അമ്മ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെ കണ്ടിട്ടില്ല എന്നർത്ഥം. അച്ഛൻ കൊട്ടാരത്തിൽ ഈ എവിടെയുണ്ട്? കൈകേയുടെ അടുത്തുണ്ട്. എൻ്റെ അച്ഛനെവിടെ പോയി? അമ്മയെ കണ്ടില്ലല്ലോ, അല്ല അച്ഛനെ കണ്ടില്ലല്ലോ. അമ്മയുടെ അടുത്തല്ലേ എപ്പോഴും ഉള്ളത്. വാൽമീകി രാമായണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് 24,000 ശ്ലോകം, 5,000 ശ്ലോകത്തേക്ക് ചുരുങ്ങുമ്പം ഭാഗവതം നാരായണത്തിൽ ഒതുക്കിയ പോലെ വരും. നാരായണ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒതുക്കുന്ന ശൈലി അറിയാലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇതിങ്ങനെ പറഞ്ഞു പോവാണ്. ത്വയാ വിനാ നമേതാദഃ കദാചിത് രഹസി സ്ഥിതഃ ഇദാനീം ദൃശ്യതേനൈവ പുത്ര തിഷ്ഠതി മേ വദാ. ത്വയാ വിനാ മേ മാതാ, അല്ലയോ അമ്മേ, അമ്മയോടൊന്നിച്ചല്ലാതെ, അച്ഛനോടൊന്നിച്ചല്ലാതെ കഥാചിത് രഹസ്യ, അമ്മ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലോ. ഇതാനീന്ന ദൃശ്യതേയവ, ഇതുവരെ കണ്ടിട്ടില്ലോ. സഹ കുത്ര തിഷ്ഠതി, അച്ഛൻ എവിടെയാ? മേവത, എന്നോട് പറയൂ. ഇതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അല്ലേ. മകൻ വന്ന് അടുക്കള ചെന്ന് അച്ഛനെ കാണുമ്പോൾ നീ അച്ഛനെ കണ്ടോടാന്ന് ചോദിക്കും അമ്മ, അല്ലേ? ഇല്ല, അച്ഛൻ്റെ അടുത്ത് പോയില്ല, അച്ഛനെ കണ്ടോടാ, അല്ലേ? അത് ശരിയല്ലേ? അച്ഛൻ്റെ അടുത്ത് അച്ഛനെ, അമ്മ അടുക്കൽ നീ അമ്മയുടെ അടുത്ത് പോയായിരുന്നോ? എന്തൊരു സംസ്കാരമായിരുന്നല്ലോ ചോക്കൂ. ഇന്നിപ്പോൾ അച്ഛന്മാരോ പിടിച്ചതോ മുമ്പിൽ ഒന്ന്
മുമ്പിലെ കസേര ഇരിപ്പുണ്ടാവും. അമ്മ വാലോ നീ ഇവിടെ വന്നിരുന്നു. ഇപ്പം എന്ത് ചെയ്യാം? അത് ഞാനൊരു സാധനം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോളിമ്പല്ലടിച്ച അമ്മ കേട്ടില്ല. അമ്മ എവിടെ അകത്ത് സാധനം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരസ്പര സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടതാണ് നമ്മുടെ നഷ്ടം. നമ്മുടെ ഓരോ കീർത്തനങ്ങളും, അത് തിരുവാതിര ആയിക്കോട്ടെ, നാരായണി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതിലൂടെയൊക്കെ നമ്മൾ സന്നിവേശിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ സംസ്കാരമാണ്. ഇതര കലാ സാഹിത്യ നൃത്താദികളിൽ നിന്നും സംസ്കാരത്തിൻ്റെ വിത്തുകളില്ല. ഇതതുകൊണ്ട് നിറച്ച് ഏതൊക്കെ വിധത്തിലാണ്, ഏതിലൂടെയാണെങ്കിലും കുഴപ്പമില്ല, നീ എവിടെ എത്തണം? ആ ധർമ്മത്തിലൂടെ ഈശ്വരനിൽ. അതിന് ഇന്ന വഴിയുന്നില്ല, ഏത് വഴിയും. അജന്താ എല്ലോറ ഗുഹകളിലെ വരഞ്ഞിട്ടിരിക്കുന്ന ചിത്രങ്ങൾ സന്യാസിമാർ വരച്ചതാണ്. ഇലച്ചാറും പഴച്ചാറും ഉപയോഗിച്ച്. എന്നുവെച്ചാൽ അവര് രാപകലാ ധ്യാനത്തിലാണ്. ആ ചിത്രം അതുപോലെ ഇന്നും നിൽക്കണമെങ്കിൽ അന്ന് എന്ത് പണി പണിതിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ വർത്തമാനം പറയാൻ സമയം കിട്ടുമോ? അയ്യപ്പ സ്വാമിയുടെ കട്ടളപ്പടി എങ്ങനെയാ പോയെന്ന് ചിന്തിക്കാൻ പറ്റുന്ന സമയം കിട്ടുമോ? എന്നാൽ കട്ടളപ്പടി കൊണ്ടുള്ള രാജാവും ഇല്ല. എല്ലാവരും ഒരൊറ്റ ലക്ഷ്യ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ: ഈശ്വര പ്രയാണം, ഈശ്വരിലേക്കുള്ള ശാന്തിയിലേക്കുള്ള വഴി. അത് ഓരോരുത്തരെ എവിടെ ജനിച്ചു, എന്ത് പ്രാരബ്ധത്തോടു കൂടി വന്നോ ആ വഴിയിലൂടെ അവൻ മുന്നോട്ട് പോകുന്നത് മാത്രം. എല്ലാവർക്കും ഒരു വഴി പറ്റില്ല. അത് ഒരു ഏർപ്പെട്ടിട്ട് എല്ലാവരും കാല് മുറിക്കുന്ന പരിപാടി ഇതര സമ്പ്രദായങ്ങളിലാണ്. ഇത് നമുക്ക് പറ്റുന്ന ചെരുപ്പേ നമുക്ക് തരുള്ളൂ, വേറൊന്നും ഇടിക്കാറില്ല. അപ്പൊ എവിടെ ഇരിക്കണ്? അദൃഷ്ട്വാപിതരം മേദ്യ ഭയം ദുഃഖജായതേ അദാഹ കൈകേയീ പുത്രം കിം ദുഃഖേന തവാനഘ യഥാഗതിർധർമ്മ. ഇതിനത് തെറ്റുണ്ടല്ലോ. യഥാധർമ്മശീലാനാം അശ്വമേധാദിയാജിനാം താങ്കതിങ്കതവാനദ്യ പിതാമേ പിതൃവത്സല അദ്യ അധരം പിതരം അദൃഷ്ട. അച്ഛനെ അദൃഷ്ട കാണാത്തതുകൊണ്ട് എനിക്ക് മേ ഭയം ദുഃഖം ച ജായതേ, എനിക്ക് പരിഭ്രമം ഉണ്ടാവുന്നു, പേടിയുണ്ടാവണു. ഇദ്ദേഹത്തെ കാണാറുണ്ട്. അത കൈകേഹി ഇത്തരം പറഞ്ഞപ്പോൾ കൈകേഹി പുത്രം പുത്രനോട് പറഞ്ഞു അനഘ പാപരഹിതനായവനെ, അല്ല കുട്ടി എന്ന് വിളിച്ചിട്ട് പറയാണ്, അനഘ പുണ്യശീല ദുഃഖേനക്കും, നീ എന്തിനാ ദുഃഖിക്കുന്നത്? പിതൃവത്സല, അച്ഛനിൽ നിനക്ക് സ്നേഹമുണ്ട്. അശ്വമേധാദിയാജിനാം ധർമ്മശീലാനാം യാഗതിഹി തേ പിതാ അദ്യ താങ്കതിങ്കതവാൻ. അച്ഛൻ പോയവരും അമ്മ പറഞ്ഞു കൊടുക്കുന്ന ശൈലിയാണ്. അശ്വമേധാദിയാഗം ചെയ്യുന്ന ധർമ്മശീലന്മാർ ഏതു വഴി പോയോ ആ വഴിക്ക് തേ പിതാ അദ്യ, ഇന്ന് താങ്കതിങ്കതവാൻ, ആ വഴിക്ക് നിന്റെ അച്ഛൻ പോയി കഴിഞ്ഞിരിക്കണു. പുണ്യലോകത്തേക്ക് പോയി എന്നർത്ഥം. അച്ഛൻ മരിച്ചുപോയി എന്ന് പറയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഉള്ളിലുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ മനസ്സിലാവും. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ട്, ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്യുകയാണെങ്കിൽ കൈകേയി വളരെ രാമൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി കൈകേയി അനുഭവിച്ച ഒരു മഹാത്യാഗമായിരുന്നു ഇത്. രാമനൊരിക്കലും കൈയോട് ഇതുണ്ടായിരുന്നില്ല. പക്ഷെ കൈകേയി ലോകത്തിൻ്റെ മുമ്പിൽ അപവാദത്തിന് ഇരയായി. എന്തിനു വേണ്ടി? രാമന് വേണ്ടി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതിൽ പോയിരിക്കണു. തശ്രുത്വാ നിപതോർവ്യം ഭരതശോകവിഹ്വലഃ ഹാ താതാ ക്വഗതോസി ത്വം ത്യക്ത്വാ മാം വൃജനാർണവേ. തത് ശ്രുത്വ, അത് കേട്ടിട്ട്, ശോകവിഹ്വലഃ,
ശോകം കൊണ്ട് വിഹ്വലമായി ശരീരം വിറച്ചിട്ട് നിപ്പപാത വീണു. എവിടെ? ഉർവ്യാം, കുഴഞ്ഞധികം താഴെ വീണു. എങ്ങനെ വിളിച്ചില്ല? ഹാദ് അച്ഛാ കൊഗദോസി, അങ്ങ് എവിടെ പോയി? ത്വം തെക്വാമാം വ്രജിനാർണവേ, എന്നെ ഈ ദുഃഖക്കടലിൽ തള്ളിയിട്ടിട്ട് അച്ഛാ, അച്ഛൻ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ഭരതൻ ദുഃഖത്തോടു കൂടി താഴെ വീണു. അസമർപ്യൈവ രാമായ രാജ്ഞേ മാം കൊഗദോസി ഭോः ഇതി വിഹ്വലിതം പുത്രം പതിതം മുക്തമൂർധജം ഉദാപ്യാമൃജനയനി കൈകേയീ പുത്രമബ്രവീത് സമാശ്വസി ഹി ഭദ്രം ദേ സർവം സമ്പാദിതം മയാ. രാജ്ഞേ രാമായ മാം, രാജാവായ രാമചന്ദ്രന് അസമർപ്യ ഏവ, എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ, അനിയം കടന്ന് കരയണം ഇങ്ങനെ പറഞ്ഞ, എന്നെ എൻ്റെ ഏട്ടനെ ഏൽപ്പിക്കാതെ എന്നെ അനാഥനാക്കിയിട്ട് എൻ്റെ അച്ഛൻ അങ്ങോട്ട് പോയി. ഇപ്പോൾ കൈയുടെ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ചിന്തിച്ചു നോക്കൂ. എന്നെ ഭോഹോ കൊഗതി കൊഗതഹ അസി, അങ്ങ് എവിടെയാണ് പോയത്? അപ്പം ജ്യേഷ്ഠന് ഭരതൻ്റെ ഇവരെ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയുണ്ട്? ഒരു ദിവസം അല്ലേ? മറ്റേ പുണർദം അദ്ദേഹം പൂയം അല്ലേ, അങ്ങനെയല്ലേ ജനിച്ചത്? ഒറ്റ ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. എന്നിട്ടും അപ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ്. അച്ഛൻ എന്ത് ചെയ്യാൻ ഏട്ടൻ എന്നെ ഏൽപ്പിക്കാതെ പോയത്? ഇത് വിഹ്വലിതം, ഇങ്ങനെ പരവശനായിട്ട് മുക്തമൂർധജം പതിതം, ആ മുടിയൊക്കെ അഴിഞ്ഞുപോയി. നമുക്ക് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കാണാൻ വില ആൺകുട്ടികൾ. അന്ന് വേറെ കെട്ടിവെക്കലുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അഴിഞ്ഞു വീണു. പുത്രം ഉദ്ധാപ്യ, പുത്രനെ എഴുന്നേൽപ്പിച്ച് നയനേ ആമൃജ്യ കൈകേയി, അമ്മ അദ്ദേഹത്തിൻ്റെ കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞിട്ട് പുത്രം അബ്രവീത്, മകനോട് പറഞ്ഞു, സമാശ്വസ്യഹി, മകനെ ആശ്വസിക്കൂ, തേ ഭദ്രം, നിനക്ക് മംഗളം വരും, സർവം മയാ സമ്പാദിതം, നിന്റെ ദുഃഖത്തിന് ഒഴിവാക്കാനുള്ള എല്ലാം ഈ അമ്മ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് അല്ലേ? അതിൻ്റെ മുകളിൽ അതും പറക്കില്ല പറയില്ലേ? പണത്തിന് മുകളിൽ പരത്തും പറക്കില്ല പറയില്ലേ? തം ആഹഭരതസ്താദോ മ്രിയമാണ കിമബ്രവീത് തമാഹ കൈകേയീ ദേവീ ഭരതം ഭവർജിതം. ഭരതഹാത്താം ആഹാ. അപ്പോൾ ഭരതൻ ചോദിച്ചു, നമ്മോട് ചോദിച്ചു, മ്രിയമാണഹ താതഹ കിം, മരിക്കുമ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത്? അപ്പോൾ കൈകേയി എന്ത് ചെയ്തു? കൈകേയി ഭയവർജിതം തം ഭരതം ആഹാ. ആ ചോദ്യം കേട്ട് ഭയമില്ലാതെ തന്നെ, ഭയമന്യേ ഭരതനെ ആ ഇത് പറയാണ്. അച്ഛൻ എന്താ മരിക്കുന്ന നേരത്തെ അച്ഛൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കൈകേയി പറഞ്ഞു, ഹാ രാമ രാമ സീതേതി ലക്ഷ്മണേതി പുനഃ പുനഃ വിലപന്നേവ സുചിരം ദേഹം തെക്വാ ദിവം യയോ. രാമ രാമ സീതാ സീതാ ലക്ഷ്മണ പുനഃ പുനഃ, വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടാണ്, വിലപൻ ഏവാ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ്, സുചിരം ദേഹം, ഏറെ നേരം കിടന്ന ശരീരം, തെക്കുവാ ദിവം യയു, ആ ശരീരം ഇട്ടിട്ട് അദ്ദേഹം ദിവം, സ്വർഗത്തിലേക്ക് അല്ലേ, സ്വർഗത്തിലേക്ക് അദ്ദേഹം ഉടൽ വെടിഞ്ഞു പോയത് അങ്ങനെയാണ്. രാമ രാമ സീതേ ലക്ഷ്മണ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് വിലപിച്ച് കരഞ്ഞുകൊണ്ട്, അപ്പം ജപിച്ചു എന്ന് പറയാൻ പറ്റില്ല, കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് നിന്റെ അച്ഛൻ പോയത് എന്ന് പറഞ്ഞു. തമാഹ ഭരതോ ഹേ അംബാ, അദ്ദേഹം ഞെട്ടിപ്പോയി. രാമസന്നിഹിത നക്കിം തദാനിം ലക്ഷ്മണോ വാപി സീവതാവാ കുത്രതേ ഗദാ. ഭരതൻ അന്നേരം താമാഹ, അവളോട് ചോദിച്ചു. ആരോട്? അമ്മയോട്, കൈകേയിയോട് ചോദിച്ചു. ഹേ അംബ തദാനീം, അമ്മേ അപ്പോൾ, തദാനീം അപ്പോൾ, രാമക കിം ന സന്നിഹിതേ, രാമൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ലക്ഷ്മണ വാ സീതാ വാ
തേ കുത്രഗതാഹ, ഇവരെ വിളിച്ച് കരയണമെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നേ. ഭരതന് ശത്രുഘ്നാണ് അങ്ങോട്ട് പോയിട്ടുള്ളൂ. രാമ ലക്ഷ്മണ സീതേ എന്ന് വിളിച്ച് അച്ഛൻ കരഞ്ഞെങ്കിൽ എവിടെയായിരുന്നു അപ്പോൾ? കൈകേയുവാച, കൈകേയി പറഞ്ഞു, രാമസ്യ യൗവരാജ്യാർത്ഥം പിതാദേ സംഭ്രമകൃതഃ തവ രാജ്യപ്രധാനായ തദാഹം വിഘ്നമാചരം. രാമസ്യ യൗവരാജ്യാർത്ഥം, രാമനെ യുവരാജാക്കാൻ വേണ്ടിയിട്ട് തേ പിതാ, നിന്റെ അച്ഛൻ, സംഭ്രമകൃതഃ, അതിനുള്ള സംഭാരങ്ങളെല്ലാം നല്ല സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. തഥാ ഏവ രാജ്യപ്രധാനായ, അപ്പോൾ ഞാൻ നിനക്ക് രാജ്യത്തെ നൽകാൻ വേണ്ടിയിട്ട് അഹം വിഘ്നം ആചരം, അതിന് അമ്മ തടസ്സം ഉണ്ടാക്കി മക്കളെ. വെച്ചിട്ടുണ്ടെങ്കിൽ രാമൻ്റെ സിംഹാസനം കളഞ്ഞിട്ടില്ല, അമ്മ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യം ഒരു മക്കൾ സന്തോഷമായിട്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. രാജ്ഞാദത്തം ഹിമേ പൂർവം വരദേന വരദ്വയം യാജിതം തദിദാനീമേ തയോരേകേന ദേഖിലം രാജ്യം രാമസ്യ ജൈകേന വനവാസോ മുനിവ്രതം തതഃ സത്യപരോ രാജാ രാജ്യം ദത്വാ തവൈവ ഹി രാമം സംപ്രേക്ഷയാമാസ വനമേവ പിതാ തവ സീതാപ്യനുഗതാ രാമം പാതിവൃത്യമുപാശ്രിതാ. ഇനി ചരിത്രം ഒരു 3 ശ്ലോകം കൊണ്ട് പറയുകയാണ്, എങ്ങനെ, എന്ത്, എപ്പോഴ് എന്ന് പറയുകയാണ് ഈ രാജ്യം മേടിച്ച കഥ. പൂർവം വരദേന രാജ്ഞ, പണ്ട് വരം നൽകുന്നതിൽ ഉദാരമതിയായ രാജാവ് മേ വരദ്വയം ദത്തും ഹി, എനിക്ക് 2 വരം തന്നിട്ടുണ്ടായിരുന്നു. രാജാവിന് ഒരിക്കലും ഒരു വരം കൊടുക്കാൻ അധികാരമില്ല. രാജ്യത്തിനെ ബാധിക്കുന്ന ഒരു വരവും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വീട്ടിലെ രാജാക്കന്മാരുടെ അച്ഛനും അമ്മയ്ക്കും വരാൻ പോകുന്ന ഭാവിയെ വ്യക്തമായിട്ട് നമുക്കറിയാത്തതുകൊണ്ട് മുൻകൂട്ടി വാക്കു കൊടുക്കരുത്. മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ ആ ധർമ്മം അനുഷ്ഠിക്കാവുള്ളൂ. നിനക്ക് 2 വരം തന്നേക്കാം, ഇത് ആരാ? രാജാവ് കൊടുത്തേക്കണേ. നാളെ ഈ രാജ്യത്തിന് വേണ്ടി ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യലക്ഷ്മിക്ക്, രാജ്യത്തിൻ്റെ അതിർത്തിക്കാണ് അപകടം. അത് വേറെ രീതി സംഭവിച്ചല്ലോ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് ദ്രോണരെ ഏകല്യരുടെ കൈ ഇവിടെ വെച്ചിട്ട് ഒക്കളാൻ പറഞ്ഞത്. നമുക്ക് കഥ കേൾക്കുമ്പോൾ തോന്നും, അയ്യോ എന്നാൽ ആ പയ്യൻ്റെ വിരലി എത്തി മേടിച്ച് ശരിയായില്ലോ എന്ന്, അല്ലേ? അപ്പം ഇവിടുത്തെ ബുദ്ധിജീവികളൊക്കെ എഴുതി ഒരു വേടൻ്റെ, ഇപ്പോഴും ഉണ്ടല്ലോ ഒരു സാധനം, അല്ലേ? അങ്ങേര് മഹാകവി വേടൻ്റെ കവിതയൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് രക്ഷപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു. അതായാലും ഇനി അദ്ദേഹം പോയ വഴിയിലൂടെ പോയ അതിനേക്കാളും ഗംഭീരം, പിള്ളേർ പിന്നെ തപ്പി നമുക്ക് ജയിലിൽ പോയി വെച്ചാൽ മതി. അദ്ദേഹത്തെ ജയിലിൽ വിടാതിരിക്കാൻ ആളുണ്ട്, പക്ഷെ നമ്മുടെ പിള്ളേർ പോയാൽ പോക്കാ. പ്രാർത്ഥപ്പതിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അത് ഏകല്യം, ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഇവൻ്റെ ഐശ്വര്യക്കേട് കണ്ട് ഇവന് ഉപേക്ഷിച്ചതാണ്. യാദവകുലത്തിലുള്ള മൈന ശ്രീകൃഷ്ണന്റെ ബന്ധുവാണ്. അവിടെ കാട്ടിലദ്ദേഹം എടുത്തു വളർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാട്ടാളൻ്റെ പുത്രനായത്. ദ്രോണരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ ദ്രോണർ പറഞ്ഞു, ഇതിങ്ങനെ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല കുഞ്ഞേ. കാരണം എന്താണ്? ഞാൻ രാജഗുരുവാണ്. രാജഗുരു പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന് യോഗ്യത എല്ലാത്തിനും പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൂടെ പോലീസുകാരുണ്ടല്ലേ, അതിൻ്റെ കൂടെ പിന്നെ എന്തുണ്ട്? സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരുണ്ട്, രഹസ്യ പോലീസുണ്ട്. ഒരു പോലീസ് പോരെ. ഈ രഹസ്യ പോലീസുകാരുടെ വേഷം പോലും മറ്റേ പോലീസുകാരെ പോലെയല്ല. എന്തിനാണ്? രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് ഈ സംവിധാനങ്ങളൊക്കെ ആവശ്യമാണ്. അവർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, നാടിൻ്റെ സുരക്ഷയ്ക്ക് ഭീതി ഉണർത്തുന്ന കാര്യങ്ങളെല്ലാം അധികാരികൾ അതാത് കാലത്ത് അറിയിക്കും. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ദ്രോണർ ആരാണ്? അന്നത്തെ സർവ്വസൈനാധിപനാണ്. അദ്ദേഹം ഈ രാജകുമാരെ പഠിപ്പിക്കുന്ന വിദ്യയുടെ ഈ പയ്യനെ പഠിപ്പിച്ച് ഈ പയ്യനെ അപ്പുറത്തെ പോയി ശത്രുവിൻ്റെ കൂട്ടത്തിൽ നിന്നാൽ ഇവിടുത്തെ രഹസ്യം മുഴുവൻ പോയില്ലേ? അതാണ്
ഓരോ വിഭാഗങ്ങളും പഠിക്കേണ്ടത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പേര് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ലോകമെമ്പാടും ഈ വർണ്ണവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നീങ്ങുന്നത്. 1 ഭരിക്കുന്നവൻ, 2 ഭരിക്കുന്നവരെ സേവിക്കുന്നവൻ, 3 സമാജത്തിന് വേണ്ടി കച്ചവടവും കൃഷിയും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർ. ഇവരെല്ലാം ഉപദേശിക്ക് വഴി കാണിക്കുന്ന ഒരു വർഗം. ഈ 4 വിഭാഗം എന്നുണ്ട്, എവിടെയുണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ അറിവിൻ്റെ ഗ്രൂപ്പിനെ ബ്രാഹ്മണരെന്ന് വിളിച്ചു, ആ സുരക്ഷ നോക്കുന്നവനെ ക്ഷത്രിയരെന്ന് വിളിച്ചു, സമാജത്തെ നിലനിർത്തവനെ വൈശ്യനെന്ന് വിളിച്ചു. ഇതൊന്നിനും പ്രാപ്തിയില്ലാത്ത ഇവർക്കൊക്കെ വേണ്ടി സേവ ചെയ്തു അവനെ ശൂദ്രനെന്ന് വിളിച്ചു. അതിനെ വളച്ച് ഒടിച്ച് തിരിച്ച് നമുക്ക് സംശയം ഉണ്ടായി. അവിടെയാണ് കഷ്ടം. അവനെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഒരാളിത് എൻ്റെ അമ്മ ചൂണ്ടി, ഇത് നിൻ്റെ അമ്മയല്ല എന്ന് അവൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ അമ്മയെന്ന് പറയാൻ DNA ടെസ്റ്റ് ഒന്നും നടത്തണ്ട. അത് ഇപ്പോഴത്തെ ഇതാ, എനിക്ക് എൻ്റെ അമ്മയാണെന്നുള്ള ഉറപ്പല്ല. കാരണം എന്താണ്? ഞാനല്ല ഇങ്ങനെ ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഒരിക്കൽ +2 ക്ലാസ്സിൽ പോയി ഒരു പയ്യൻ ചോദിച്ചതാ, അല്ല നമ്മുടെ അമ്മ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എന്താങ്കിളെന്ന് ചോദിച്ചു. മിടുക്കൻ, നല്ല ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണം. പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ കുറെ പെൺകുട്ടികളുണ്ടല്ലോ, ഈ ചുരിദാറും ഇട്ട് മുഖമൊക്കെ കണ്ടറിയാം, അത്യാവശ്യം ചാപ്പാട് ഇഡലിയൊക്കെ അകത്ത് ചെല്ലണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഇരിക്കല്ലേ, കുഴിഞ്ഞിരിക്കും. വീട്ടിൽ ചെന്ന് നോക്കി അറിയാം അമ്മയുടെ കണ്ണൊക്കെ ഇച്ചിരി എൻ്റെ ചുറ്റുമൊക്കെ കറുപ്പുണ്ടാവും. പഴയ അമ്മയുടെ ആൽബം ഉണ്ടെങ്കിൽ എടുത്തു നോക്കണം, കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ കറുപ്പ് പാട് വന്നതും അമ്മയുടെ ശരീരം ചുക്കി തുളഞ്ഞും നമ്മളൊക്കെ ഊറ്റി കുടിച്ചിട്ടാണ്. അവരുടെ അധ്വാനത്തിൻ്റെ തുടിപ്പാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അവർ നമ്മളെ സ്നേഹിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അമ്മത്തൊട്ടിൽ കിടക്കുമായിരുന്നു. അത് നോക്കാൻ പറ്റാത്തവർ അവിടെ കൊണ്ടുപോയിടുന്നത് അല്ലേ. അപ്പം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഏറ്റവും വലിയ തെളിവ് ഇപ്പം ഇങ്ങനെ ഇരുന്ന് 4 അക്ഷരം പറയണതുകൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ ഈ അക്ഷരം പഠിക്കുമോ? അവരുടെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായിരുന്നു അതെല്ലാം. ചെറുപ്പത്തിൽ എന്നെ എടുത്തു, വലുതായപ്പോൾ നടത്തി. ഇപ്പം മനസ്സുകൊണ്ട്, വിനോബാജി പറഞ്ഞൊരു വാക്കുണ്ട്, ചങ്ക് പിടച്ചു പോവും. ജീവിച്ചിരുന്നപ്പോൾ എന്നെ വഴി കാണിച്ചത് എൻ്റെ അമ്മയാണ്. മരണശേഷവും എൻ്റെ അമ്മ പഴയക്കാലം വ്യക്തമായി എന്നെ വഴി കാണിക്കുന്നു. എനിക്ക് സന്ദേഹം ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ പറയും, വിന്യാ ഇങ്ങനെയല്ലേ വേണ്ടേ? അമ്മ കൊടുത്ത കാതലായ ആ ഉപദേശങ്ങൾ, ഓരോ കാര്യങ്ങളും പെട്ടെന്നുള്ളിൽ തികട്ടി വരികയാണ്. എൻ്റെ അമ്മ മരണശേഷം ഇന്നും എന്നെ വഴി കാണിക്കുന്നു. ആണ് അല്ലേ? അപ്പം അല്ല പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു പോയത്. അപ്പം എന്താണ്? രാജ്ഞാ ദത്തം ഹി പൂർവേന 12 മണിക്ക് കീർത്തൻ്റെ രാജാവ് എനിക്ക് പണ്ട് 2 വരം തന്നിരുന്നു. വരനേര വരദ്വയം, വരം കൊടുക്കുന്നതിൽ. അപ്പം അത് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയത്. വരമൊക്കെ കൊടുക്കണേ സൂക്ഷിച്ചു വേണം എന്നർത്ഥം. ശന്തനു അന്ന് ഭീഷ്മരൊന്നും വരം കൊടുത്തില്ലേ? ഞാൻ കിട്ടില്ല, വേണ്ട. അതുകൊണ്ട് അല്ല, ഞാൻ ആദ്യം പറയാം എനിക്ക് രാജ്യം വേണ്ട, അത് പറയാൻ അങ്ങനെ വകുപ്പില്ല, അങ്ങനെ ക്ഷത്രിയൻ അങ്ങനെ ഭരിക്കേണ്ട ആളാണ്, അത് വീഴ്ചു. എന്നാൽ അങ്ങയുടെ പിള്ളേര് ഞാൻ കിട്ടുമില്ല, ഇതിനും തീരുമാനിക്കാൻ അദ്ദേഹത്തിന് ഇതില്ല. അദ്ദേഹം ബൗണ്ടറാണ് ഇതെല്ലാം ചെയ്യാൻ. എന്നിട്ട് എന്തു പറ്റി? ഈ ആചാര്യന്മാർ പറയും ഈ 2 വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ശരശയ്യയിലെ ആദ്യത്തെ 2 അമ്പുകളായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇരിക്കേണ്ട കസേരയിൽ ആര് കയറിയിരുന്നു? അന്ധൻ കയറിയിരുന്നു. പിന്നെ അന്ധൻ്റെ പുത്രൻ, അത്രയും കൂടെ കണ്ണ് കാണാത്ത ആളിരുന്നു. കണ്ണ് കാണാത്തവനെ വഴി കാണിക്കേണ്ട ഗാന്ധാരിയും കണ്ണും കെട്ടി. അപ്പോൾ പൂർത്തിയായി മൊത്തം ഇരുട്ടിൽ. അതിൻ്റെ ഫലം എന്തുണ്ടായി? ഒരു രാജ്ഞിയുടെ പുത്രീസമയായ ഒരു യുവതിയെ സഭാമധ്യത്തിൽ വെച്ച് വസ്ത്രം ഉരിയുന്ന അത്രയും അധപ്പതനം ഉണ്ടായത് ഈ ധർമ്മത്തിന് വരുത്തിയ വിലോപമാണ്. മഹത്തുള്ള 36 പ്രാവശ്യമാണ് കുന്തി അത് പറയണേ, എൻ്റെ പുത്രിയുടെ ഉടയാടെ കൈ തൊട്ടവൻ അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല കൃഷ്ണ. 36 പ്രാവശ്യം വിഷയം ചർച്ച ചെയ്യണമെന്നാണ് വ്യാഖ്യാതാക്കൾ പറയണത്. എവിടെ ഈ ഒരു വേണ്ടാത്ത ഒരു വരം കൊടുത്തിട്ട് ഇങ്ങനെയാണ്. എനിക്ക് പണ്ട് 2 വരം തന്നിട്ടുണ്ടായിരുന്നു. യാചിതം തദിദാനീമേ തയോരേകേനദേഖിലം. ആ 2 വരത്തിൽ 1 ഞാൻ മേടിച്ചു. എന്താണ്? രാജ്യം അഖിലം തേ,
ഈ രാജ്യം മുഴുവൻ നിനക്ക് വേണമെന്ന് പറഞ്ഞു മക്കളെ. പിന്നെയോ ഏകേന രാമസ്യ, പിന്നെ മറ്റൊന്ന് രാമനും കൊടുത്തു. എനിക്ക് 2 പിള്ളേർ ഒരുപോലെയല്ലേ, നിനക്ക് ഞാൻ ഇതും മേടിച്ചു തന്നു. പിന്നെന്തോ വനവാസഹ മുനിവ്രതം ചാ, മുനിവ്രതത്തോടുകൂടി രാമൻ വനത്തിൽ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വരം ആ കുട്ടിക്കും കൊടുത്തു. അപ്പോൾ തവ പിതാ രാജ, അപ്പോൾ നിന്റെ അച്ഛൻ രാജാവ് എന്ത് ചെയ്തു? രാജ്യം തവ ഏവ ദത്വ, നിനക്ക് വേണ്ടി രാജ്യവും തന്നു. പിന്നെയോ സംപ്രേഷയാമ, രാമനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. പാതിവൃത്യം ഉപാശ്രിത്യ, പതിയെ അനുസരിക്കുക. പാതിവൃത്യം, അപ്പം പതി അങ്ങനെയുള്ള ആളായിരിക്കണം കേട്ടോ. ഇന്നത്തെ പതിയുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അവനെങ്ങടാ കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റില്ല. ഈ ധർമ്മം നിലനിൽക്കുന്നിടത്ത് അതല്ല ഉള്ളത് അല്ലേ. ഞാൻ കൈപിടിച്ചു കൂടുന്നതാണ്. അതാ മന്ത്രം പറഞ്ഞു കൊടുക്കുമല്ലോ. രാമനൊരു മന്ത്രം പറഞ്ഞു കൊടുക്കണ്ട്. എന്താ? സീത നിന്നെ പാണിഗ്രഹണം ചെയ്യാണ്, കൈപിടിച്ചിങ്ങനെ 5-8 പ്രാവശ്യം ഇങ്ങനെ വട്ടം കറക്കുമല്ലോ. അന്ന് വട്ടം കറക്കല്ല, അന്ന് പ്രദക്ഷിണം ചെയ്യുക. അന്ന് വട്ടം കറക്കലാണ് പരിപാടി. പിന്നെ കറക്കാണ് രണ്ടുപേരും. അപ്പോൾ പിന്നെ കറക്കുമ്പം പറയും, ഏത് കാലഘട്ടത്തിലും നിഴലുപോലെ നിന്നെ അനുഗമിക്കണം, നീ ഉപേക്ഷിക്കരുത്, സീതയോട് അനുഗമിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം. രാമൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, എന്തേ രാമ പറയാത്തേ? അതെ, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാലത്തോളം സീതയെ ഞാൻ സംരക്ഷിക്കും. രാമൻ ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ അമ്പും ഉള്ളൂ. ഒരമ്പും കൊണ്ട് കാര്യം കഴിയും, ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റുമില്ല. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തോടത്തോളം കാലം സീത എൻ്റെ സംരക്ഷണത്തിലായിരിക്കും. ധർമ്മവും എൻ്റെ കുടുംബ ബന്ധങ്ങളും മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ധർമ്മത്തിനായിരിക്കും മുൻഗണന എന്ന് സാരം. ശേഷൻ രാമൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണാം. അവിടെ സീതയ്ക്ക് പരാതിയില്ല, ലവകുശം പിള്ളേർക്കും പരാതിയില്ല, നാട്ടുകാർക്കാണ് പരാതി. എന്തു ചെയ്യും? മരിച്ച ബാലിക്ക് പരാതിയില്ല. ഓ ഭഗവാനെ ഞാൻ കണ്ടു പൊക്കോളാം. ആദ്യ ഭാര്യ താരയ്ക്കും പരാതിയില്ല, നാട്ടുകാർക്കാ പരാതി. ഒളിഞ്ഞെന്തിനാ രാമൻ അമ്പ് ചെയ്തേ? അപ്പോൾ ചിരിമേൻ സമയം, എന്നാലല്ലേ നീ രാമൻ ഒമ്പ് ചെയ്തെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം രാമാന്ന് പറയുള്ളൂ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാ. നിന്നെപ്പോലെ അല്ലാത്ത പിന്നെ രാമൻ്റെ 2 പ്രാവശ്യം കുറ്റം ഉണ്ടെങ്കിൽ രാമൻ ചെയ്തു വരുമ്പോൾ 2 രാമനാമം ജപിച്ചില്ലേ, നിന്നെ കൊണ്ടൊക്കെ ജപിപ്പിക്കാൻ അതേ വഴിയുള്ളൂ എന്ന് പറയാം. അതുകൊണ്ടാണ് ചെയ്തത്. അപ്പം ഒരു വരം നിനക്കും ഒരു വരം രാമനെ കാട്ടിൽ വിടാൻ വെച്ചു. ഈ പാതിവൃത്യം സ്വീകരിച്ചിട്ട് സീത അഭിരാമം അനുഗതാഹ, സീത രാമൻ്റെ കൂടെ കാട്ടിലേക്കും പോയി. ഇനി ലക്ഷ്മണൻ പോയ കാര്യമാണ് പറയണത്. ഇനി 2 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമുക്കിനി അടുത്ത ദിവസം ബാക്കി തുടരാം.